ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മുടെ ടോം മാർക്കറ്റിൻ്റെ എയർ ഡ്രോപ്പ് സ്നാപ്ഷോട്ട് 2-ാം തീയതിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സെപ്റ്റംബർ 2-ാം തീയതി. അപ്പോൾ ഈ സ്നാപ്ഷോട്ടും എയർ ഡ്രോപ്പും ഒന്നല്ല എന്ന കാര്യം മനസ്സിലാക്കുക. നാളെ തന്നെ എയർ ഡ്രോപ്പ് കിട്ടില്ല. സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര കോയിൻസ് ഉണ്ട്, നമ്മൾ വാലറ്റ് കണക്ട് ചെയ്തോ എന്നൊക്കെ അവർ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ശേഖരിച്ച് വെക്കുകയാണ്. ഇന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ഇത്ര ടാസ്കുകൾ ഇന്നാൾ ചെയ്തു എന്ന കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ആക്കി സ്റ്റോർ ചെയ്ത് വെക്കും. അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് അലോക്കേഷൻ ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് 2-ാം തീയതിക്ക് മുൻപ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ബാലൻസ് മാക്സിമം കൂട്ടി വെക്കുക, മാക്സിമം ടൊമാറ്റോസ് കളക്ട് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ടെലഗ്രാമിലെ നെയിമിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ടൊമാറ്റോൻ്റെ ഇമോജി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐക്കൺ ആഡ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടോം മാർക്കറ്റിൽ ബിറ്റ്ഗെറ്റ് വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്, ടെലഗ്രാം വാലറ്റ് അല്ല. ഇതിൽ നിന്ന് വ്യത്യാസമാണ്. ബിറ്റ്ഗെറ്റുമായിട്ടാണ് ഇവർ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബിറ്റ്ഗെറ്റ് വാലറ്റ് വേണം. അപ്പോൾ ബിറ്റ്ഗെറ്റ് വാലറ്റ് എവിടെ നിന്ന് കിട്ടും? ബിറ്റ്ഗെറ്റ് വാലറ്റ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഓക്കെ, ബിറ്റ്ഗെറ്റ് റിമൂവ് ആയി ബ്രോ എൻ്റെ കയ്യിൽ കാണുന്നില്ല എന്ന് പറയരുത്. അത് ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് ആണ്. നമുക്ക് വേണ്ടത് ബിറ്റ്ഗെറ്റ് വാലറ്റ് ആണ്. ഓക്കെ, എക്സ്ചേഞ്ച് നമുക്ക് ആവശ്യമില്ല, വാലറ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം. ഇവിടെ KYCയോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ ഒരു വാലറ്റ് മാത്രമാണ്. നിങ്ങൾ ബിറ്റ്ഗെറ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഒന്നെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റാമാസ്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. മെറ്റാമാസ്കിൻ്റെ സീഡ് ഫ്രേസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഇമ്പോർട്ട് വാലറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചെയ്യാം. 12 വേർഡ് വാലറ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതാണ് ഏറ്റവും ഈസി. കീലെസ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യേണ്ടത് 12 വേർഡ് വാലറ്റാണ്. അപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം ബാക്കപ്പ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ബാക്കപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സീഡ് ഫ്രേസ് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് അങ്ങോട്ടേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിലേക്കൊക്കെ സേഫായിട്ട് എഴുതി വെക്കുക. നമുക്ക് നമ്മുടെ ഫോൺ കളഞ്ഞു പോയാലൊക്കെ ഈ ഒരു വാലറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സീഡ് ഫ്രേസുകൾ വേണം. അപ്പോൾ 12 വേർഡ്സും കറക്റ്റായിട്ട് ഓർഡറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ എഴുതി എവിടെയെങ്കിലും കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട കാര്യം, നാലാമത്തെയും അവസാനത്തെയും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത വാലറ്റിലേക്ക് നിങ്ങൾ കുറച്ച് ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം. നിങ്ങൾ ബിറ്റ്ഗെറ്റ് വാലറ്റിൽ $1 അസറ്റ് ആഡ് ചെയ്ത് വെക്കണം. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൺ കോയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഏത് കോയിൻ ആയാലും പറ്റും. ഓക്കെ, ഇപ്പോൾ ഡോക്സ് വേണമെങ്കിൽ ഡോക്സ് ഇടാം, നോട്ട് കോയിൻ വേണമെങ്കിൽ നോട്ട് കോയിൻ ഇടാം, ടോൺ കോയിൻ വേണമെങ്കിൽ ടോൺ കോയിൻ ഇടാം. ഈ കോയിൻസിൽ ഏതെങ്കിലും ഒരു കോയിൻ നിങ്ങളുടെ ഈ ഒരു ബിറ്റ്ഗെറ്റ് വാലറ്റിനകത്ത് ഉണ്ടാവണം. അതിൻ്റെ വെർത്ത്, അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ $1 മുകളിലായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാം കൂടി കൂട്ടുമ്പോൾ $1 മുകളിൽ അതിൻ്റെ ഒരു വെർത്ത് വരണം. ഓക്കെ, ടോട്ടൽ അസറ്റാണ് $1. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക, അല്ലാതെ ഒരു മിസ്റ്റേക്കും വരുത്തരുത്. വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 500 ലൈക്സ് കംപ്ലീറ്റ് ആക്കുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ടെലഗ്രാം ചാനലിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ വാലറ്റ് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോം മാർക്കറ്റ് ആപ്പിൻ്റെ വാലറ്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരിക. അതിനുശേഷം ഇവിടെ കണക്ട് ബട്ടൺ ഉണ്ടാവും, കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോൺ കണക്റ്റിലേക്ക് പോകും. ഇവിടെ അപ്രൂവ് കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാലറ്റ് ഇവിടെ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് വരുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഓതറൈസ് ആവുന്നതാണ്. ഓതറൈസേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാലറ്റിലേക്ക് കണക്ട് ആയി കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. അപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടേൺ ടു വെബ്സൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടോം മാർക്കറ്റ് ഓപ്പൺ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ കണക്ട് ആയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി അവസാനത്തേക്ക് വെക്കുന്തോറും നിങ്ങൾക്ക് ലോഡ് കൂടുന്തോറും ഈ ഒരു കണക്ട് ചെയ്യാനുള്ള ഇഷ്യൂസും ഒക്കെ തന്നെ വരും. ചിലപ്പോൾ ബിറ്റ്ഗെറ്റ് വാലറ്റ് ഓവർലോഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ടോൺ മാർക്കറ്റിൻ്റെ ഈ ഒരു ടെലഗ്രാം ബോട്ട് ഓവർലോഡഡ് ആയിരിക്കാം. അങ്ങനെ കുറേ ഇഷ്യൂസ് അവസാന ദിവസത്തേക്ക് വെക്കുമ്പോൾ വരും. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ടെലഗ്രാമിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. എന്തായാലും ഇതുവരെ കണക്ട് ചെയ്തില്ലെങ്കിൽ കുറേ പ്രാവശ്യം റിഫ്രഷ് ചെയ്യുക, ഇറങ്ങി കയറുകയൊക്കെ ചെയ്താൽ എന്തായാലും ഇപ്പോൾ കണക്ട് ആകാൻ പറ്റുന്നുണ്ട്. കുറച്ച് നേരം ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഒരു 5-6 മിനിറ്റ് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കണക്ട് ആയത്. അപ്പോൾ നമ്മുടെ വാലറ്റ് ഇവിടെ കണക്ട് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കാര്യം ഇവിടെ കാണുന്നില്ല. $1 അസറ്റ് വേണം എന്നുള്ള കാര്യം ഇപ്പോൾ വിസിബിൾ അല്ല. ഇനി തിരിച്ചു വരുമോ എന്നുള്ളതും അറിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താ, ഏറ്റവും നല്ലത് $1 അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും കോയിൻ, ടോൺ ബ്ലോക്ക് ചെയിൻ കോയിൻസ് വെക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എൻ്റെ വാലറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഇതേറിയമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബിറ്റ്ഗെറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് വാലറ്റ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മേലെ നിങ്ങൾക്ക് ഓൾ മെയിൻ നെറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ബ്ലോക്ക് ചെയിനിലും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഓൾ മെയിൻ നെറ്റ് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടോണിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാം ടോൺ. ഇപ്പോൾ ഈ ടോൺ ബ്ലോക്ക് ചെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്കുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ടോൺ ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഒരു കോയിൻസും എൻ്റെ വാലറ്റിലില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ ഇതേറിയമാണുള്ളത്. ഇതേറിയം ടോൺ ബ്ലോക്ക് ചെയിനിലല്ല, ERC നെറ്റ്വർക്ക് ഇതേറിയത്തിൻ്റെ തന്നെ ബ്ലോക്ക് ചെയിൻ ആണ്. ഓക്കെ, ഇത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നെലിജിബിൾ ആവും എന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. $1 വേർത്തിൻ്റെ മേലെ നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബോണസ് ഉണ്ടാവും എന്ന കാര്യമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഇന്നെലിജിബിൾ ആവും, നിങ്ങൾക്ക് ഈ $1 ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നെലിജിബിൾ ആണ്, നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല എന്നൊന്നും ഇതുവരെ ടോം മാർക്കറ്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിൽ വ്യാഖ്യാനിക്കരുത്. ഇതുവരെ അങ്ങനെ അവർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ബോട്ടുകളൊക്കെ റിമൂവ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും $1 ഒരു കാര്യം വെക്കുന്നത് ഏറ്റവും സേഫാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ബോട്ട് അക്കൗണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് റിമൂവ് ആയി പോകാനുള്ളൊരു സാധ്യത മാത്രം ഉണ്ടല്ല, നിർബന്ധമായിട്ട് പോകും എന്നൊന്നും എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ $1 നിങ്ങളുടെ എക്സ്ചേഞ്ചുകളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ
ട്രാൻസ്ഫർ ചെയ്യുക. ഇനി വേറെ ടോൺ വാലറ്റിലേക്ക് ആണെങ്കിലും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഇതുപോലെ ബിറ്റ്ഗെറ്റ് വാലറ്റ് അക്കൗണ്ടൊക്കെ എടുത്ത് ഓപ്പൺ ആക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോയിൻസ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം കാണുന്ന ടോൺ കോയിൻ മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോൺ കോയിൻ ആണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഡോക്സോ അല്ലെങ്കിൽ നോട്ട് കോയിൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാനേജ് ടോക്കൺ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ചെയ്യുന്ന ഡോക്സ് ആണെന്ന് വിചാരിക്കുക. ഡോക്സ് കോയിൻ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡോക്സ് കോയിൻ ഈ വാലറ്റിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ എൻ്റെ ബാലൻസ് അവിടെ കാണിക്കുള്ളൂ. അതിനായിട്ട് എന്ത് ചെയ്യുക, ഈ സെർച്ച് ബാറിൽ ഡോക്സ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കണം, തെറ്റിക്കരുത്. കറക്റ്റായിട്ട് ഡോക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരും ഡോക്സ്. ഈ റിസ്ക് വാണിംഗ് ഉള്ളത് എടുക്കരുത്. ഓക്കെ, താഴെ റിസ്ക് ഉള്ളത് കാണാം, അത് എടുക്കാൻ പാടില്ല. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക്കും കാര്യങ്ങളുണ്ടാവും. അത് ഒറിജിനൽ ഡോക്സ് ആയിരിക്കില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ആയിരുന്നു ആദ്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ഡോക്സും നോട്ടും ഇതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഇതുപോലെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ടോൺ കോയിനാണ്. നിങ്ങൾക്ക് ഡോക്സോ നോട്ടോ ഏത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ അസറ്റ് ബാലൻസ് $1 മേലെ വേണം എന്നൊരു കണ്ടീഷൻ മാത്രമാണ് ടോൺ മാർക്കറ്റിൽ നിലവിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ഏത് കോയിനാണ് ചൂസ് ചെയ്യുന്നത് ആ കോയിനിലേക്ക് വേണം കയറാൻ. അതിനുശേഷം എന്ത് ചെയ്യുക, റിസീവിംഗ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് ഇവിടെ കിട്ടും. അതെന്ത് ചെയ്യുക, കോപ്പി ചെയ്യാം. ഓക്കെ, ഞാനിവിടെ അഡ്രസ്സ് കോപ്പി ചെയ്തു. ഇതാണ് അഡ്രസ്സ്. ആ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തു. അത് ഞാൻ കാണിക്കുന്നത് എങ്ങനെ എക്സ്ചേഞ്ചിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. എക്സ്ചേഞ്ചിന് ശേഷം വാലറ്റും കാണിച്ചു തരാം. അപ്പോൾ എക്സ്ചേഞ്ച് ഞാൻ യൂസ് ചെയ്യുന്നത് ബൈബിറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വേറെ എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ പ്രാവശ്യം വിഡ്രോ അടിക്കുന്ന പോലെ അസറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോകുക. അതിനുശേഷം ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് കയറുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോയിൻ വിഡ്രോ അടിക്കണമെങ്കിലും അത് നിങ്ങളുടെ ഫണ്ടിങ് അക്കൗണ്ടിലാവണം. ബൈബിറ്റിൽ എങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോ അടിക്കാൻ പറ്റുള്ളൂ. ഫണ്ടിങ് അക്കൗണ്ടിലല്ല നിങ്ങളുടെ കോയിൻസ് ഉള്ളത് എങ്കിൽ വിഡ്രോയിൽ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, യൂണിഫൈഡ് ട്രേഡിംഗിലേക്ക് പോകുക. ഏത് കോയിനാണ് എടുക്കേണ്ടത് ആ കോയിൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളോട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ട്രാൻസ്ഫർ ഫ്രം യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ട് ടു ഫണ്ടിംഗ് അക്കൗണ്ട് ആക്കിയതിനു ശേഷം മാക്സോ എത്ര കോയിനാണോ വേണ്ടത് അത്ര കോയിൻ എടുക്കുക. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ടിംഗ് അക്കൗണ്ടിലേക്ക് ഈ കോയിൻസ് ട്രാൻസ്ഫർ ആവും. ഓക്കെ, എങ്കിൽ മാത്രമേ വിഡ്രോ അടിക്കാൻ പറ്റൂ. അതിനുശേഷം വീണ്ടും ഫണ്ടിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് കോയിനാണോ വിഡ്രോ അടിക്കേണ്ടത് ആ കോയിൻ വേണം സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വിഡ്രോ വേണ്ടത് ഏതാണ്, ടോൺ ആണ്. അപ്പോൾ ടോൺ ഇവിടെ കാണുന്നുണ്ട്. ടോണിൻ്റെ ഐക്കൺ മാറിയിട്ടുണ്ട്, ആ കാര്യം ശ്രദ്ധിക്കുക. ടോൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണ് ബാലൻസ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ബാലൻസ് നോക്കുക. അതിനുശേഷം വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക താഴെ. ഓക്കെ, വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാനുണ്ട്. ഇതെന്താണ്, നമ്മൾ ബിറ്റ്ഗെറ്റിൽ നിന്ന് നേരത്തെ കോപ്പി ചെയ്ത അഡ്രസ്സാണ്. അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായി കൊടുത്തു എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നെറ്റ്വർക്ക് ചൂസ് ചെയ്യേണ്ടത് ടോൺ ആണ്. ടോൺ സെലക്ട് ചെയ്തു. നമുക്കിവിടെ കാണാം ടാഗ്, മെമോ, കമൻറ്റ്, നോട്ട്, റിമാർക്ക്. ഇതിലേതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ടാഗ് കിട്ടിയോ? നിങ്ങൾക്ക് കാണാം ബിറ്റ്ഗെറ്റ് വാലറ്റ് നമുക്ക് ടാഗ് തരില്ല, അഡ്രസ്സ് മാത്രമേ തരൂ. അപ്പോൾ നമ്മൾ ഏത് ടാഗാണ് കൊടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് ടാഗ് കിട്ടിയിട്ടില്ല, മെമോ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ടൈപ്പ് ചെയ്യരുത്. ഓക്കെ, ബ്ലാങ്ക് ആയിട്ട് ഇടണം. പക്ഷേ ബൈബിറ്റിൽ മാത്രമാണ് ഇത് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷേ ബിനാൻസ് എന്നൊക്കെ നിങ്ങൾ വിഡ്രോ അടിക്കുകയാണെങ്കിൽ അത് നിർബന്ധമാണ്. ടാഗ് ഇല്ലാതെ ട്രാൻസ്ഫർ ആവില്ല. ബൈബിറ്റിൽ എന്താ, ടാഗ് ഇല്ലെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാഗ് ഓപ്ഷണലാണ്. അപ്പോൾ നിർബന്ധമായിട്ട് ടാഗ് കൊടുക്കണം എന്ന് പറയുന്ന എക്സ്ചേഞ്ചിൽ നിന്നാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈബിറ്റിലേക്ക് ആദ്യം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ബൈബിറ്റിൽ നിന്ന് വിഡ്രോ അടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും വാലറ്റിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവിടുന്ന് സെൻഡ് ചെയ്താലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം മിനിമം വിഡ്രോയിൽ വരുന്ന 0.2 ടോൺ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിമം 0.2 എങ്കിലും വേണം. അപ്പോൾ എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കേണ്ടത് അത്രയും ടോൺ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വിഡ്രോ അടിക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ പോലെ ബാലൻസ് ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ ബാക്ക് പോയതിനു ശേഷം ടോൺ ഒന്ന് സെർച്ച് ചെയ്യുക, കുറച്ച് ടോൺ ബൈ ചെയ്യുക. ഓക്കെ, ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറയാത്ത ട്രേഡിംഗ് സീരീസിൽ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും പറയാത്തവർ മാത്രം നിങ്ങൾ ആ ട്രേഡിംഗ് സീരീസിലെ വീഡിയോ നോക്കി പഠിക്കുക. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. എങ്ങനെ ഒരു കോയിൻ ബൈ ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ആ ഒരു വീഡിയോ നോക്കി പഠിക്കാം. ഓക്കെ, ഞാനിവിടെ എൻ്റെ ടോൺ കീപ്പർ ഓപ്പൺ ചെയ്തു. നിങ്ങൾ ഏത് വാലറ്റാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു വാലറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ടോൺ വാലറ്റുകളിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെൻഡ് ചെയ്യുന്ന ടോൺ കോയിൻ തന്നെയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്തു, ടോൺ കോയിൻ സെലക്ട് ചെയ്തു. അതിനുശേഷം സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ് എന്താണ്, നമ്മൾ ബിറ്റ്ഗെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്തപ്പോൾ എത്ര ടോണാണ് നമുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ട് എൻ്റെ കയ്യിൽ 14 ടോണാണുള്ളത്. ഞാനിവിടെ ഒരു ടോൺ ട്രാൻസ്ഫർ ചെയ്യാണ്. ഒരു ടോൺ എന്ന് പറഞ്ഞാൽ $5 ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ എത്രയും ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 0.2 ഒക്കെ സെൻഡ് ചെയ്താൽ മതി. 0.2 എന്ന് പറഞ്ഞാൽ $1 ആയി. അപ്പോൾ 0.2 ചെയ്താലും നിങ്ങൾക്ക് $1 ആവും. അപ്പോൾ ഞാൻ എന്തായാലും 1 ടോണാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാൻ 1 ടോൺ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അപ്പോൾ കൺഫർമേഷൻ വരും. കൺഫർമേഷനിൽ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് അല്ലേ നോക്കുക. അതിനുശേഷം എത്ര ടോണാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ എത്രയാണ് ഗ്യാസ് ഫീ എന്നുള്ളത് നോക്കുക. അതിനുശേഷം കൺഫേം ആൻഡ് സെൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടോൺ ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി റിസീവ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിറ്റ്ഗെറ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ ടോൺ ഇവിടെ എത്തി. നിങ്ങൾക്ക് ബാലൻസ് നോക്കിയാൽ കാണാൻ പറ്റും. 1 ടോൺ എൻ്റെ ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. $5 ആണ് എൻ്റെ വർത്ത്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏകദേശം $1 ഉണ്ടായാൽ മതി. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നവർ ദയവ് ചെയ്ത് ഇന്ന് തന്നെ ചെയ്യുക. നാളെ കുറേ ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉറപ്പായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് മാക്സിമം ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.